ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഇതേപോലത്തെ ഗ്രാനി സ്ക്വയർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കാം. സോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വർദ്ധമാൻ്റെ കോട്ടൺ യാണാണ്. അതായത് കോട്ടണും അക്രിലിക്കും 51% കോട്ടണും 49% അക്രിലിക്കും കൂടിയുള്ള യാണാണ് ഇത്. സോ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു 3 കളേഴ്സാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് റൗണ്ട് ചെയ്യാനായിട്ട് ഈ യെല്ലോ കളറ് യാൺ എടുക്കാം. നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഹുക്ക് എന്ന് പറയണത് 3 mm ഹുക്കാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബേസ് തുടങ്ങാം. ബേസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം സ്ലിപ്പ് നോട്ടാണ് ഇടുന്നത്. സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് നമ്മുടെ വർക്കിംഗ് ആണ് ഇതേപോലെ ഒന്ന് ചെറുതാക്കിയിട്ട് നമുക്കൊരു 4 ചെയിൻ ഇടണം. One, 2, 3, 4. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ചെയിനില്ലേ, നമ്മുടെ ഫസ്റ്റത്തെ ചെയിനിൻ്റെ ഉള്ളിലൂടെ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റത്തെ ചെയിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മുടെ വർക്കിംഗ് യാണിനെ ഇതേപോലെ ഈ 2 എണ്ണത്തിൻ്റെ ഉള്ളിലൂടെ വലിച്ചു. ഇപ്പം നമുക്കൊരു കുഞ്ഞൊരു റൗണ്ട് കിട്ടും. ഈ റൗണ്ടിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഫസ്റ്റ് റൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതേപോലെ മാജിക് റിങ് ഇട്ടിട്ട് ചെയ്യാം. പക്ഷേ ഞാൻ ഇവിടെ ഈ 4 ചെയിൻ ഇട്ടിട്ടാണ് ചെയ്യണത്. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് എന്ത് ചെയ്യണം, ഫസ്റ്റത്തെ റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 3 ചെയിനാണ്. 1, 2, 3. ഈ 3 ചെയിനില്ലേ, ഇതിന് ഞാൻ ഫസ്റ്റ് ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി നമുക്കൊരു 11 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അതായത് മൊത്തം 12 ഡബിൾ ക്രോഷ്യയാണ് ഈ ഒരു റൗണ്ടിൽ നമ്മൾ ചെയ്ത് തീർക്കേണ്ടത്. അപ്പോൾ 3 ചെയിനിട്ട് ഇതിനെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ആയിട്ട് കണക്കാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പതുക്കെ ഒരു വട്ടം യാൺ ഓവർ ചെയ്തിട്ട് ഈ ഹോളിൻ്റെ ഉള്ളിലൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, യാണിനെ പുറത്തേക്ക് കൊണ്ടുവരാം. പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്കിവിടെ ഒരു 3 ലൂപ്പ് കിട്ടും. എന്നിട്ട് നമുക്ക് ഈ ഒരു ഹുക്ക് ഒരു വട്ടം കൂടി യാൺ ഓവർ ചെയ്തിട്ട് ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവരാം. എന്നിട്ട് പിന്നെയും ഇവിടെ നമുക്ക് 2 ലൂപ്പ് കിട്ടും. ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പിന്നെയും യാൺ ഓവർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, വലിക്കാം. നമുക്ക് രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ. ഇനി ഇതേപോലെ ഒരു 10 ഡബിൾ ക്രോഷ്യ കൂടിയും ചെയ്യണം നമുക്ക്. അഞ്ച്, 1, 2, 3, 4, 5, 6, 7. One, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അങ്ങനെ 12 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്തില്ലേ ഈ ഒരു 3 ചെയിൻ, 1, 2, 3, മൂന്നാമത്തെ ചെയിനിൻ്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യാം, നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മുടെ വർക്കിംഗ് യാണിനെ എന്ത് ചെയ്യുക, ഇതേപോലെ യാൺ ഓവർ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെയും മൂന്നാമത്തെ ചെയിനിൻ്റെ ഉള്ളിലൂടെയും പിന്നെ നമ്മുടെ
ഹുക്കിലുള്ള ഓൾറെഡി ഉള്ള ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും നമുക്ക് എന്താ വലിക്കാം. അപ്പം നമുക്ക് ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിത് അടുത്ത റൗണ്ട് ചെയ്യാം. ഞാനിത് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആണ് ഇതേപോലെ ഒന്ന് ഇതാക്കിയിട്ട് വലിച്ചു കൊടുക്കാം. നമുക്കിത് ലാസ്റ്റ് തുന്നി കൊടുക്കാം കേട്ടോ. അപ്പം ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് വലിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആൺ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യണത്. അതായത് നമ്മൾ ഡെയ്സി ഫ്ലവറാണ് ഈ ആൺ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡെയ്സി ഗ്രാനി ക്രോഷ്യ ആണ് കേട്ടോ. അപ്പം ഞാൻ കളറ് എനിക്കിഷ്ടമുള്ള ഡിഫറെൻ്റ് ഒരു കളർ എടുത്തത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കസിൻ ഉണ്ണിൻ്റെ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ടോപ്പ് തുന്നാൻ വേണ്ടിയിട്ടാണ്. സോ ഈ കളർ ഞാൻ എടുത്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യുക, ഇതേപോലെ ഇൻസേർട്ട് ചെയ്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇതിനെ പതുക്കെ എന്താ ഇങ്ങനെ കൊണ്ടുവരാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനെ ഈ രണ്ട് യാണം വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു വട്ടം ഒരു ചെയിൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി ഈ ചെയിൻ ഇപ്പുറത്ത് തന്നെ വിട്ടു. ഇനി നമുക്കൊരു 3 ചെയിനും കൂടി ഇടാം. അതായത് ടോട്ടൽ 4 ചെയിൻ. 2 3 4. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് വെച്ചിട്ട് ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യാൻ പോണത് ട്രിപ്പ് ക്രോഷ്യ ടുഗദറാണ്. അതായത് നമ്മൾ ട്രിപ്പ് ക്രോഷ്യ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 വട്ടം ഞാൻ യാൺ ഓവർ ചെയ്തിട്ടുണ്ട്. 1 2 3 ഇപ്പം 3 ലൂപ്പായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യുക, നമ്മുടെ ഈ നേരത്തെ ചെയ്തില്ലേ ഈ സെയിം സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യാം, നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാണിനെ പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ നമുക്കൊരു 4 ലൂപ്പ് കിട്ടും. 4 ലൂപ്പ് കിട്ടുമ്പോൾ നമ്മൾ ഒരു വട്ടം യാൺ ഓവർ ചെയ്തിട്ട് ഇത് ഫസ്റ്റത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിക്കാം. പിന്നെയും 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിക്കാം. പിന്നെ നമുക്കിവിടെ ഒരു 2 ലൂപ്പ് കിട്ടും. അതവിടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പിന്നെയും 2 വട്ടം കൂടി യാൺ ഓവർ ചെയ്യാം. എന്നിട്ട് പിന്നെയും ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ ഇവിടെ 5 ലൂപ്പാവും. അപ്പോൾ ഫസ്റ്റ് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവരാം. പിന്നെയും 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവരാം. ഇപ്പോൾ ഇവിടെ 3 എണ്ണം. ഇനി ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇതേപോലെ വലിക്കാം. അപ്പോൾ നമുക്ക് ഒരു ട്രിപ്പ് ക്രോഷ്യ ടുഗദർ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ 2 ചെയിൻ ഇട്ട് കൊടുക്കുക. 1 2. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഈ സെയിം മെത്തേഡ് തന്നെ, പക്ഷേ കാണിച്ചു തരാം. 2 വട്ടം യാൺ ഓവർ ചെയ്യാം. 2 വട്ടം യാൺ ഓവർ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഹുക്ക് ഇതിനെ പുറത്തേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ ഇവിടെ നമുക്ക് 4 ലൂപ്പ് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനെ ഹുക്ക് ഒരു വട്ടം യാൺ ഓവർ ചെയ്തിട്ട് ഫസ്റ്റത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവരാം. എന്നിട്ട് പിന്നെയും നമുക്ക് യാൺ ഓവർ ചെയ്തിട്ട് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2 ലൂപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടിയും ട്രിപ്പ് ക്രോഷ്യ ചെയ്യാം. അപ്പോൾ യാൺ ഓവർ ചെയ്ത് ഇത് പുറത്തേക്ക് കൊണ്ടുവന്നാൽ അപ്പോൾ ഇവിടെ 5 ലൂപ്പാകും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെയും 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ. അപ്പോൾ നമുക്കൊരു 3 ലൂപ്പ് കിട്ടി. നമ്മൾ ഒന്നും കൂടിയും യാൺ ഓവർ ചെയ്യാം. 2 വട്ടം യാൺ ഓവർ ചെയ്യുക. പിന്നെയും നമ്മൾ ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ എടുക്കാം. എന്നിട്ട് മേലെ കൊണ്ടുവരാം. അപ്പോൾ നമുക്കൊരു 6 ലൂപ്പ് കിട്ടും. ഫസ്റ്റത്തേത് മാത്രം നമ്മൾ ഇവിടെ 3 ചെയിൻ ഇട്ടുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ 3 ട്രിപ്പ് ക്രോഷ്യ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ലാസ്റ്റ് പറഞ്ഞുതരാം. 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിക്കാം, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിക്കാം. അപ്പോൾ നമുക്ക് 4 ലൂപ്പ് കിട്ടും. ഫസ്റ്റത്തിൽ നമുക്ക് 3 ലൂപ്പാണ് കിട്ടിയത്. പിന്നുള്ളതിലൊക്കെ 4 ലൂപ്പായിരിക്കും ലാസ്റ്റ് ഇതേപോലെ വരാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഈ 4 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഒരുമിച്ച് വലിച്ചിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക, 2 ചെയിൻ ഇടുക.
ഇനി എല്ലാത്തിലും ഈ ഒരു മെത്തേഡാണ്, സെയിം മെത്തേഡാണ് ചെയ്യേണ്ടത്. ഇവിടെ ഫസ്റ്റത്തെ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക 3 ചെയിൻ ഇട്ടിട്ട് ചെയ്യണത്, 4 ചെയിൻ ഇട്ടിട്ട് അതൊരു ട്രിപ്പ് ക്രോഷേ ആക്കിയിട്ട് കണക്ക് വെക്കണത്. അപ്പം നമുക്ക് 2 വട്ടം yarn over ചെയ്യാം. ഒക്കെ ഇൻസേർട്ട് ചെയ്യാം. 4 ലൂപ്പ് ഉണ്ടാകും. ഫസ്റ്റ് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിക്കാം, പിന്നെയും 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിക്കാം, അപ്പോൾ 2 ലൂപ്പാകും. പിന്നെയും 2 വട്ടം yarn over ചെയ്യുക, കൊണ്ടുവരാം, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിക്കുക, പിന്നെയും 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിക്കാം. നമുക്ക് 3 ലൂപ്പാവും. പിന്നെയും നമുക്ക് ഇതേപോലെ yarn over ചെയ്യാം. ഒരു വട്ടം ചെയ്തോളൂ. 2 വട്ടം yarn over ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക, പുറത്ത് കൊണ്ടുവരാം, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിക്കാം, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിക്കാം. നമുക്ക് 4 ലൂപ്പ് അവസാനം കിട്ടും. എന്നിട്ട് ഈ 4 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ മൊത്തത്തിൽ എന്ത് ചെയ്യുക, വലിക്കാം. ഇനി എന്ത് ചെയ്യുക, 2 ചെയിൻ ഇടുക. ഇനി മൊത്തത്തിൽ ഇതേപോലെ എല്ലാ സ്റ്റിച്ചിലും ചെയ്യാം. മൊത്തം നമുക്കൊരു 12 പെറ്റൽസ് ഇതേപോലെ കിട്ടണം. ഈ ഗ്രാനി സ്ക്വയർ വെച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കാം കേട്ടോ. ഈ മൊത്തം സ്റ്റിച്ചിൽ ഇതേപോലെ എന്താ ചെയ്യുക, ഈ സെയിം മെത്തേഡ് നമുക്ക് ചെയ്യാം. സോ നമ്മുടെ ലാസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പോണ്. അപ്പോൾ ഇത്ര 1 2 3 4 5 6 7 8 9 10 11. ഇനി 12ാമത്തെ നമ്മുടെ ലാസ്റ്റത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യാൻ പോവുക. രണ്ട് ചെയിൻ ഇട്ടു. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്തില്ല ആ ഒരു 4 ചെയിൻ 1 2 3 4, ഈ 4ാമത്തെ ചെയിനിൻ്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യാം, നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മുടെ വർക്കിംഗ് ആണ് ഇതേപോലെ ആ 4ാമത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഓൾറെഡി കിടക്കുന്ന ആ ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും നമുക്ക് ഇതേപോലെ yarn വലിക്കാം. ഇതിനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു റൗണ്ട് കഴിഞ്ഞു. ഈ ഒരു റൗണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റത്തെ റൗണ്ട് ചെയ്യാം. ഞാനിവിടെ yarn ഇതേപോലെ കട്ട് ചെയ്തു. ഇനി നമുക്ക് ലാസ്റ്റത്തെ റൗണ്ട് ചെയ്യാം. സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞു, ലാസ്റ്റത്തെ റൗണ്ട് ചെയ്യാം. ഞാൻ ഈ ഒരു കളർ yarn എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ എന്ത് ചെയ്യുക, നമുക്ക് ആദ്യം തന്നെ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തിട്ട് നമുക്കൊരു ചെയിൻ ഇട്ട് ഈ രണ്ട് ചെറിയ അറ്റില്ലേ, ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് നമുക്കൊരു ചെയിൻ ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് മറ്റേ എൻ്റെ എന്ത് ചെയ്യുക വിടാം. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്കൊരു 3 ചെയിൻ കൂടി, ഒരു ചെയിൻ ഇവിടെ ഓൾറെഡി ഇട്ടു, ഇനി നമുക്കൊരു 3 ചെയിനും കൂടി ഇടാം. 1 2 3. ഇനി നമ്മൾ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ, ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു 2 ട്രിപ്പ് ക്രോഷ്യ ചെയ്യുന്നുണ്ട്. 2 വട്ടം യാൺ ഓവർ ചെയ്യുക, ടുഗദർ അല്ല കേട്ടോ, ട്രിപ്പ് ക്രോഷ്യ ആണ്. 2 വട്ടം യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് ഇത് ഒന്നുകൂടി കാണിച്ചു തരാം, സോറി. നമ്മൾ 2 വട്ടം യാൺ ഓവർ ചെയ്യാം. എന്നിട്ട് ഈ ഹോളിൻ്റെ ഉള്ളിലൂടെ ഇൻസേർട്ട് ചെയ്ത് യാൺ എന്ത് ചെയ്യുക, ഇതേപോലെ പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പം നമുക്ക് 4 ലൂപ്പ് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു വട്ടം യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിക്കുക. പിന്നെയും നമുക്കൊരു 2 ലൂപ്പ് കിട്ടും, അല്ല 3 ലൂപ്പ് കിട്ടും. അതിൽ ഫസ്റ്റത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിക്കുക. അപ്പോൾ പിന്നെയും നമുക്കൊരു 2 ലൂപ്പ് കിട്ടും, ആ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും വലിക്കാം. അപ്പോൾ നമ്മുടെ ഒരു ട്രിപ്പ് ക്രോഷ്യ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് പിന്നെയും ഇതേപോലെ യാൺ ഓവർ ചെയ്യാം. 2 വട്ടം യാൺ ഓവർ ചെയ്യുക, ഇതിൻ്റെ ഉള്ളിലൂടെ എടുക്കാം, യാണിനെ കൊണ്ടുവരാം. 4 ലൂപ്പുണ്ട്, ഫസ്റ്റത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിക്കാം. പിന്നെയും 2 ലൂപ്പ് ഉണ്ടാവും, 3 ലൂപ്പ് ഉണ്ടാവും. അതിൽ ഫസ്റ്റത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിക്കാം. പിന്നെയും നമുക്ക് 2 ലൂപ്പ് കിട്ടും. അങ്ങനെ ഒരു ലൂപ്പ് കിട്ടുന്ന വരെ നമുക്ക് എന്ത് ചെയ്യുക, ഇത് വലിക്കാം. അപ്പോൾ നമ്മൾ 2 ട്രിപ്പ് ക്രോഷ്യ ചെയ്ത്, ഇത് ഫസ്റ്റത്തെ 4 ചെയിൻ, അതിനെ നമ്മൾ ഒരു ട്രിപ്പ് ക്രോഷ്യ ആയിട്ട് കണക്കാക്കും. അപ്പോൾ 3 ട്രിപ്പ് ക്രോഷ്യയാണ് നമ്മൾ ചെയ്തത്. ഇനി ഇതാണ് നമ്മുടെ കോർണർ എന്ന് പറയണത്. ഈ കോർണർ റൗണ്ടിൽ ചെയ്യേണ്ട സ്റ്റിച്ചാണ് നമ്മൾ പകുതിയെ ചെയ്തിട്ടുള്ളൂ. ഇനി എന്ത് ചെയ്യുക, ഒരു സ്റ്റിച്ച് പോലും ഇടാണ്ട് എന്ത് ചെയ്യുക, അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഡബിൾ ക്രോഷ്യ ആണ് കേട്ടോ. എന്ത് ചെയ്യുക, ഒരു വട്ടം യാൺ ഓവർ ചെയ്തിട്ട് യാൺ ഇതേപോലെ പുറത്തേക്ക് കൊണ്ടുവരാം. 3 ലൂപ്പ് ഉണ്ടാവും. ഫസ്റ്റ് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിക്കാം. പിന്നെ നമുക്ക് 2 ലൂപ്പ് കിട്ടും, ആ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിക്കാം. യാൺ ഓവർ ചെയ്യുക, യാൺ പുറത്തേക്ക് കൊണ്ടുവരാം. 3 ലൂപ്പ്, ഫസ്റ്റ് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിക്കാം. പിന്നെയും 2 ലൂപ്പ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിലൂടെ വലിക്കാം. അപ്പം നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു, ഒരു ഡബിൾ ക്രോഷ്യ കൂടി ഇതേപോലെ ചെയ്യാം. അപ്പോൾ 3 ഡബിൾ ക്രോഷ്യ നമ്മൾ ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ ചെയ്തു. ഇനി നമുക്ക് അടുത്ത ഹോളിലും 3 ഡബിൾ ക്രോഷ്യ തന്നെ ചെയ്യാം. ഡബിൾ ക്രോഷ്യ ആണ് കേട്ടോ, തെറ്റിപ്പോരുത്. ഇനി നമ്മൾ അടുത്ത ഹോൾ എന്ന് പറയുന്നത് നമ്മുടെ കോർണർ റൗണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കോർണറിൻ്റെ പകുതിയാണ് ചെയ്തേക്കുന്നത്, ഇവിടെ നമ്മൾ ഫുൾ ചെയ്യും. അപ്പോൾ അതിനാദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ട്രിപ്പ് ക്രോഷ്യയ്ക്ക് വേണ്ടി 2 വട്ടം യാൺ ഓവർ ചെയ്യുക. അപ്പോൾ ഒരു ട്രിപ്പ് ക്രോഷ്യ കിട്ടി. ഇനി നമുക്ക് ഇതേപോലെ 2 വട്ടം കൂടി 2 ട്രിപ്പ് ക്രോഷ്യ കൂടിയും ചെയ്യാം. അപ്പോൾ 3 ട്രിപ്പ് ക്രോഷ്യ ചെയ്തു. ഇനി നമുക്ക് 2 ചെയിൻ ഇടാം. 2 ചെയിൻ ഇട്ടിട്ട് ആ സെയിം ഹോളിൽ തന്നെ 3 ട്രിപ്പ് ക്രോഷ്യ കൂടിയും ചെയ്യാം. ഇപ്പോൾ ഒരു കോർണർ ക്രിയേറ്റ് ആയിട്ടുണ്ട്, കണ്ടോ? 3 ട്രിപ്പ് ക്രോഷ്യ, 2 ചെയിൻ, 3 ട്രിപ്പ് ക്രോഷ്യ, ഈ സെയിം ഹോളിൽ. ഇനി നമുക്ക് അടുത്ത ഹോളിൽ നമുക്ക് ഇവിടെ ചെയ്ത പോലെ 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം. സോറി,
3 ഡബിൾ ക്രോഷ്യ, അടുത്ത ഹോളിൽ 3 ഡബിൾ ക്രോഷ്യ. ഇനി നമുക്ക് അടുത്ത ഹോളിൽ കോർണറാണ്. അപ്പോൾ ഒരു കോർണർ കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് ഹോളിൽ ഡബിൾ ക്രോഷ്യ ആണ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഹോളിൽ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം. 3 ട്രിപ്പിൾ ക്രോഷ്യ, 2 ചെയിൻ, 3 ട്രിപ്പിൾ ക്രോഷ്യ. അപ്പോൾ അടുത്ത കോർണറും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 ഹോളിൽ ഡബിൾ ക്രോഷ്യേഴ്സ് ചെയ്യാം. ഇവിടെ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം. ഇനി ലാസ്റ്റ് എത്തുമ്പോൾ നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ലാസ്റ്റത്തെ നമ്മുടെ ഹോളിൽ ചെയ്യാൻ പോവാം. അപ്പോൾ ലാസ്റ്റത്തെ ഹോളിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യാണ് ചെയ്യാൻ പോണത്. ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ലാസ്റ്റ് പറഞ്ഞുതരാം. വീഡിയോ അവസാനം വരെ കാണാം. അപ്പോൾ ലാസ്റ്റത്തെ ഹോളിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു ഇവിടെ നമ്മുടെ ഫസ്റ്റ് നമ്മൾ ചെയ്തത് നമ്മുടെ കോർണറാണ്. പക്ഷെ അത് പകുതി ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ബാക്കി പകുതി കൂടി നമുക്ക് ചെയ്യണം. അപ്പോൾ ഈ ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ എന്ത് ചെയ്യുക, ഈ ഹോളിൽ ഫസ്റ്റത്തെ നമ്മൾ ചെയ്ത ഹോളിൽ തന്നെ എന്ത് ചെയ്യുക, 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ നമ്മുടെ കോർണർ ഇനി നമുക്ക് ഇത് ജോയിൻ ചെയ്യാം. അപ്പോൾ 2 ചെയിൻ ഇടാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ 4ാമത്തെ ചെയിനില്ലേ, 1 2 3 4 4ാമത്തെ ചെയിൻ്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യാം, നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, വർക്കിംഗ് ആണ്. ഇതേപോലെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും കൊണ്ടുവന്നു. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് അപ്പോൾ ഈ ആണൊക്കെ നമുക്ക് സെക്യൂർ ആക്കുന്നത് അടുത്ത വീഡിയോയിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇത് ഓൾറെഡി ഒരു ചെറിയൊരു ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ആ ടോപ്പ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോസും ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പം ഇപ്പം നമ്മൾ ലാസ്റ്റ് ചെയ്തതിൽ കുറച്ച് ഡൗട്ട് ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റത്തെ നമ്മൾ ഹോളിൽ 3 ട്രിപ്പിൾ ക്രോഷ്യാണ് ചെയ്തേക്കുന്നത്. ഈ 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ഹോളിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. അതിൻ്റെ അടുത്ത ഹോളിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. പിന്നെ അടുത്ത ഹോളിൽ നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷ്യ, 2 ചെയിൻ, 3 ട്രിപ്പിൾ ക്രോഷ്യ. പിന്നെ അടുത്തതിൽ 3 ഡബിൾ ക്രോഷ്യ, പിന്നെ അടുത്ത ഹോളിൽ 3 ഡബിൾ ക്രോഷ്യ. പിന്നെ നമ്മുടെ കോർണറാണ് 3 ട്രിപ്പിൾ ക്രോഷ്യ, 2 ചെയിൻ, 3 ട്രിപ്പിൾ ക്രോഷ്യ. പിന്നെ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ, 3 ഡബിൾ ക്രോഷ്യ. കോർണറാണ് 3 ഡബിൾ ക്രോഷ്യ, 3 ഡബിൾ ക്രോഷ്യ. അടുത്തത് നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്തു, ഈ ഫസ്റ്റ് ചെയ്തതിൻ്റെ ഹാഫില്ലേ അത് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ആക്കി. ആ ഹോളിൽ തന്നെ 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തിട്ട് 2 ചെയിൻ ഇട്ടിട്ട് നമ്മുടെ എന്ത് ചെയ്തു, റൗണ്ട് ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്കിതേപോലെ കിട്ടും. ഇനി ഇതിൽ വേറൊരു കാര്യം പറയാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തില്ലേ,
ഈ ചെയ്തതിൽ ഫസ്റ്റത്തെ റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ 12 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തേക്കണത് ട്രിപ്പ് ക്രോഷ്യ ടുഗദർ ആണ് ചെയ്തേക്കണത്. അത് ഇവിടെ നമ്മൾ ചെയ്തേക്കണത് ട്രിപ്പ് ക്രോഷ്യ ആണ്. ഇതിൻ്റെ ഇടയിൽ ഡബിൾ ക്രോഷ്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ട്രിപ്പ് ക്രോഷ്യ ടുഗദർ ആണ്. വീഡിയോ ശരിക്കും നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. ഇത് ഫസ്റ്റ് നമുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും. പക്ഷേ പ്രാക്ടീസാണ്. നമുക്ക് ചെയ്താണ് നമ്മൾ എല്ലാതും ശരിയാവുള്ളൂ. അപ്പം ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനിയുള്ള വീഡിയോസായിട്ട് നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം.